ഹായ് ഗൈസ്, വസ്ത്രങ്ങളിൽ കറ പറ്റിയാൽ അതെങ്ങനെ അകറ്റാം എന്നതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോണത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കട്ടോ. പുതിയ ഉടുപ്പ് വാങ്ങി ഒറ്റ തവണയേ ഇട്ടിട്ടുള്ളൂ, അപ്പോഴേക്കും കറയൊക്കെ പറ്റി ഉടുപ്പിൻ്റെ ഭംഗി മുഴുവൻ പോയി. ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്ത് തല ചൂടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചില പൊടിക്കൈകളിലൂടെ വസ്ത്രത്തിലെ കറകൾ നമുക്ക് മാറ്റാൻ പറ്റും. ഞാനിവിടെ പറയാൻ പോകുന്ന ഈ ചെറിയ ചെറിയ ടിപ്സുകൾ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടോ. ഓയിലും ഗ്രീസും ഒക്കെയാണ് വസ്ത്രത്തിൽ പറ്റിയതെങ്കിൽ തുല്യ അളവിൽ വിനാഗിരിയും വെള്ളവും ചേർത്ത് കറ പറ്റിയ ഭാഗം മുക്കി വയ്ക്കുക. അല്പനേരം കഴിഞ്ഞ് കഴുകിയാൽ കറയുടെ പൊടി പോലും ഉണ്ടാകില്ല കേട്ടോ കണ്ടുപിടിക്കാനായിട്ട്. ചെറിയ കറയാണെങ്കിൽ കറ പറ്റിയ ഭാഗത്ത് കുറച്ച് ഷാമ്പു തേച്ച ശേഷം കഴുകിയാലും ഇതേ ഗുണം കിട്ടുന്നതാണ്. മഞ്ഞളിൻ്റെ കറയാണ് വസ്ത്രത്തിൽ പറ്റിയതെങ്കിൽ അല്പം സോപ്പും ചൂടുവെള്ളവും കൊണ്ട് കഴുകിയാൽ ആ കറ മാറി കിട്ടുന്നതാണ്. ചായ ഇളം നിറമുള്ള വസ്ത്രങ്ങളിൽ വീണാൽ അറിയാലോ, കറയാകാനുള്ള സാധ്യതയുണ്ട്. കറ പുരണ്ട ഭാഗത്ത് അല്പം ചെറുനാരങ്ങ നീരും ഉപ്പും പുരട്ടി അല്പം നേരം വച്ച ശേഷം കഴുകുകയാണെങ്കിൽ ചായക്കറ പൂർണ്ണമായിട്ടും മാറി കിട്ടുന്നതാണ്. വസ്ത്രങ്ങളിൽ മുറുക്കാൻ കറയാണ് പറ്റിയതെങ്കിൽ ആ ഭാഗത്ത് 1-2 ചെറിയ സ്പൂൺ നാരങ്ങ നീരോ അല്ലെങ്കിൽ തൈരോ പുരട്ടി വയ്ക്കുക. അല്പനേരം കഴിഞ്ഞ് നന്നായി കഴുകിയാൽ മുറുക്കാൻ്റെ കറ മാറിക്കിട്ടും. വസ്ത്രങ്ങളിൽ തുരുമ്പ് കറയാണ് പറ്റിയതെങ്കിൽ അത് പോകില്ല എന്നൊരിക്കലും കരുതണ്ട കേട്ടോ. കറ പറ്റിയ ഭാഗത്ത് വാളൻപുളിയുടെ നീര് പുരട്ടി അല്പനേരം വച്ച ശേഷം കഴുകിയാൽ തുരുമ്പ് കറ പൂർണ്ണമായിട്ടും മാറിക്കിട്ടുന്നതാണ്. വസ്ത്രങ്ങളിൽ അബദ്ധത്തിലെങ്ങാനും പെയിൻറ്റ് പുരണ്ടു പോയാൽ സ്പിരിറ്റിൽ മുക്കിയ തുണി കൊണ്ട് ആ ഭാഗത്ത് അമർത്തി തുടയ്ക്കുക. പെയിൻറ്റിൻ്റെ കറ മായുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സ്കൂളിൽ നിന്ന് വരുന്ന മക്കളുടെ വസ്ത്രങ്ങളിൽ പേനയിലെ മഷി പുരണ്ടിരിക്കുന്നത് കണ്ടാൽ വെറുതെ അവരോട് ദേഷ്യപ്പെടാനൊന്നും പോകണ്ട കേട്ടോ. അതിന് വഴിയുണ്ട്. മഷി പുരണ്ട ഭാഗത്ത് അല്പം തൈര് പുരട്ടി വയ്ക്കുക. അരമണിക്കൂർ കഴിഞ്ഞ് സോപ്പും ഇളം ചൂടുവെള്ളവും കൊണ്ട് നന്നായി കഴുകി വൃത്തിയാക്കിയാൽ മഷിയുടെ പാട് പൂർണ്ണമായിട്ടും മാറുന്നതാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞ ഈ ചെറിയ ടിപ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഇനിയും വരാം കേട്ടോ. അതുവരേക്കും ബായ്.